നമസ്കാരം. ആസൂത്രണം ചെയ്തിരുന്ന മറ്റൊരു ഇറാൻ ആക്രമണത്തിൽ നിന്നും താൽക്കാലികമായി പിന്തിരിഞ്ഞതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൾഫ് നേതാക്കൾ തന്നോട് പിന്മാറാനും നയതന്ത്രത്തിന് ഒരു അവസരം കൂടി നൽകുവാനും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് തന്റെ തീരുമാനം എന്നാണ് ട്രംപ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വൈരുദ്ധ്യങ്ങൾ ഏറെയാണ്. എന്തെന്നാൽ ആഴ്ചകൾ നീണ്ട രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും സിനിമാറ്റിക് ശൈലിയിലുള്ള ബോംബാക്രമണങ്ങൾക്കും വിജയ പ്രഖ്യാപനങ്ങൾക്കും ശേഷം സ്വയം പ്രഖ്യാപിത യുദ്ധനായകനായ ട്രംപ് ഇപ്പോൾ ഒരു സമാധാനാകാംക്ഷിയായി സ്വയം അവതരിപ്പിക്കുകയാണ് എന്നതാണ് ഇവിടുത്തെ കൗതുകമുണർത്തുന്ന കാര്യം. ഭയചകിതരായ അറബ് രാജാക്കന്മാർ പോലും ശാന്തനാക്കിയ ഒരു സമാധാനാകാംക്ഷി എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇതിൽ വലിയൊരു സത്യമുണ്ടാകാം. കാരണം വാഷിംഗ്ടണിൽ ഉള്ളവരെ പോലെയല്ല ഗൾഫ് രാജ്യങ്ങൾ ജീവിക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള യുദ്ധം എന്നത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും കമാൻഡ് സെന്ററുകളിൽ നിന്നും ടെലിവിഷൻ സ്റ്റുഡിയോകളിൽ നിന്നുമൊക്കെ നിയന്ത്രിക്കുന്ന വെറും ഒരു അധികാര പ്രകടനം മാത്രമാണ്. എന്നാൽ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ തുറമുഖങ്ങളും പൈപ്പ് ലൈനുകളും ശുദ്ധീകരണ പ്ലാന്റുകളും വിമാനത്താവളങ്ങളും സാമ്പത്തിക കേന്ദ്രങ്ങളും അടുത്ത മാസം അവശേഷിക്കുമോ ഇല്ലയോ എന്ന നിലനിൽപ്പിന്റെ ഒരു ചോദ്യമാണ്. ഏതായാലും തുടക്കത്തിൽ പരസ്യപ്പെടുത്തിയ ഈ വലിയ ലക്ഷ്യങ്ങളൊന്നും നേടാൻ ഈ യുദ്ധത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ രാഷ്ട്രീയ ഘടന തകർന്നിട്ടില്ല. മേഖലയെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ തക്കവണ്ണം അവരുടെ സൈനിക ശേഷി ഇപ്പോഴും ശക്തമാണ്. അവരുടെ മിസൈൽ ഡ്രോൺ ശൃംഖലകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. എല്ലാത്തിലും ഉപരി ഏതൊരു പ്രാദേശിക ശക്തിയും ഭയപ്പെടുന്ന തിരിച്ചടിക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ നാൾക്കുനാൾ തെളിയിക്കുന്നു. ഒരു രാജ്യം അത് തെളിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തന്ത്രപരമായ സമവാക്യങ്ങൾ പൂർണ്ണമായി മാറിമറിയും. അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നത് തങ്ങളുടെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസവും. എന്നാൽ ഇപ്പോൾ അമേരിക്കയോട് ഇനി കാര്യങ്ങൾ വഷളാക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ തന്നെ പറയുകയാണ്. എന്തായാലും അതിനുള്ള കാരണം അമേരിക്കയുടെ ഈ പ്രതിരോധ വീണ്ടെടുക്കൽ ശ്രമങ്ങളുടെ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. കണ്ണാടി ഗോപുരങ്ങളിലും ആഡംബര ദ്വീപുകളിലും കൃത്രിമമായ ആധുനികതയിലും പടുത്തുയർത്തിയ എണ്ണ സമ്പന്ന രാജ്യങ്ങൾ പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിൽ ഒരുതരം കറുത്ത ഹാസ്യമുണ്ട്. ഡ്രോൺ ദൃശ്യങ്ങളും ദുബായിയുടെ ആകാശ ഗോപുരങ്ങൾ അതിമനോഹരമായി തോന്നാം. എന്നാൽ വ്യോമയാനം, ധനകാര്യം, ജലശുദ്ധീകരണം, ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷണം എന്നിവയെ ആശ്രയിക്കുന്ന ആധുനിക നഗരങ്ങൾ നീണ്ടു നിൽക്കുന്ന മിസൈൽ യുദ്ധങ്ങളെ പ്രതിരോധിക്കാൻ തക്കവണ്ണം രൂപകൽപ്പന ചെയ്തില്ലെന്ന് ഓർക്കുമ്പോൾ ആ ഭംഗി ഇല്ലാതാകുന്നു. ഇറാൻ ഈ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഹോർമോസ് കടലെടുക്ക് ഇപ്പോൾ ജലപാത എന്നതിലുപരി മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ലോഡ് ചെയ്ത തോക്കുപോലെയായി മാറിയിരിക്കുകയാണ്. നിയമപരമായി ഇറാന്റെ ഉടമസ്ഥതയിലുള്ളതല്ല അത്. എങ്കിലും ടെഹ്റാന്റെ സാന്നിധ്യം കണക്കിലെടുക്കാതെ ആർക്കും അവിടെ സമാധാനപരമായി കടന്നു പോകാൻ കഴിയില്ല. ഇത് പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ സൈനിക ഇടപെടലുകളിലൂടെ ഇറാൻ ഉറപ്പാക്കിയ കാര്യമാണ്. ഗൾഫ് കടന്നു പോകുന്ന ഓരോ ടാങ്കറുകളും ഇപ്പോൾ എണ്ണ മാത്രമല്ല, ആഗോള സാമ്പത്തിക പരിഭ്രാന്തി കൂടിയാണ് പേറുന്നത്. ഈ പരിഭ്രാന്തിക്ക് അവർക്ക് ലാഭകരമായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എണ്ണവില കുതിച്ചുയരുകയും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളാൽ ഉപരോധങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ വാഷിംഗ്ടൺ പ്രതീക്ഷിച്ചതിലും സുരക്ഷിതമായ ഒരു നിലയിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ച ഒരു രാജ്യം ഇപ്പോൾ ആഗോള ഊർജ വിപണിയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രതിസന്ധിയുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ തങ്ങൾ തന്നെ സൃഷ്ടിച്ച ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അവർ തങ്ങളുടെ സുരക്ഷ അമേരിക്കയ്ക്ക് കരാർ നൽകിയിരിക്കുകയായിരുന്നു. അതോടൊപ്പം ടൂറിസം, ധനകാര്യം, ആഡംബര കാഴ്ചകൾ എന്നിവയിലൂടെ സ്ഥിരതയെ പണമാക്കുവാനും അവർ ശ്രമിച്ചിരുന്നു. യുദ്ധങ്ങൾ മറ്റെവിടെയെങ്കിലും ഒതുങ്ങി നിന്ന കാലത്തോളം ഈ ക്രമീകരണങ്ങൾ മനോഹരമായി മുന്നോട്ടു പോയി. യമൻ കത്തിക്കരിഞ്ഞു, സിറിയ തകർന്നടിഞ്ഞു, ലിബിയ ഇല്ലാതായി. എന്നാൽ ഗൾഫ് മേഖല സുരക്ഷിതമായി തുടർന്നു. എന്നാൽ ഇനി അത് സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സംസ്കരണശാലകളായ അബ്ഹൈ, ഖുറൈസ് എന്നിവയ്ക്കു നേരെ 2019 ഉണ്ടായ ആക്രമണങ്ങൾ ഈ മേഖലയുടെ യഥാർത്ഥ ദുർബലത വെളിപ്പെടുത്തുന്നു.
ഏതാനും ഡ്രോണുകളും മിസൈലുകളും ആഗോള ഊർജ വ്യവസ്ഥയുടെ അടിത്തറയെന്ന് ഉലയ്ക്കുമ്പോൾ, അതായത് അടിത്തറയെ ആകമാനം ഉലച്ചു കളയുമ്പോൾ സൗദി അറേബ്യയുടെ എണ്ണ ഉൽപാദനത്തിന്റെ പകുതിയോളം താൽക്കാലികമായി ഇല്ലാതാവുകയും ചെയ്തു. ഇത് അക്കാലത്തെ ഒരു ആഗോള എണ്ണ വിതരണത്തിന്റെ 5%-ഓളമായിരുന്നു. അത് വെറും ഒരു സൂചന മാത്രമായിരുന്നു. ഇറാനുമായുള്ള ഒരു നേരിട്ടുള്ള പ്രാദേശിക യുദ്ധം ഉപരോധങ്ങളാലും അധിനിവേശങ്ങളാലും നേരത്തെ തന്നെ തകർന്നടിഞ്ഞ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക മുൻപ് നടത്തിയ യുദ്ധങ്ങൾ പോലെ ആയിരിക്കില്ല. അത് മിസൈലുകളുടെ അതിപ്രസരവും ഡ്രോൺ യുദ്ധങ്ങളും സമുദ്രപാതകളുടെ തടസ്സപ്പെടുത്തലുകളും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന പ്രസക്തമാകുന്നത്. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നതിനെ കുറിച്ച് അമേരിക്കയുടെ സ്വന്തം സഖ്യകക്ഷികൾ പോലും ഭയപ്പെടുന്നുണ്ട് എന്നതാണ് ഈ നിശബ്ദമായി അമേരിക്ക പോലും സമ്മതിക്കുന്നത്.